ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിന് തിളക്കമേറുമ്പോഴും റെയിൽവേ ജീവനക്കാരുടെ അഭാവം പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. സുരക്ഷാ മുൻകരുതലുകൾക്കായി ആധുനിക ഉപകരണങ്ങളുടെയും സംവിധാനങ്ങളുടെയും അപര്യാപ്തത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട്. റെയിൽവേയിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ദക്ഷിണ റെയിൽവേ ട്രേഡ് യൂണിയൻ ഐക്യവേദി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. 63,273 റൂട്ട് കിലോമീറ്റർ, പ്രതിവർഷം 8,000-ഓളം മില്യൺ യാത്രക്കാരുടെയും 900 മില്യണിലധികം ടൺ ചരക്കിന്റെയും ഗതാഗതം, 14 ലക്ഷത്തിലധികം ജീവനക്കാർ, വർഷാവർഷം വർദ്ധിച്ചുവരുന്ന വരുമാനം, ഇങ്ങനെ 157 വർഷത്തെ തിളക്കമാർന്ന ചരിത്രമാണ് ഇന്ത്യൻ റെയിൽവേക്കുള്ളത്. എന്നാൽ അടുത്ത കാലത്തായി വർദ്ധിച്ചുവരുന്ന ട്രെയിൻ അപകടങ്ങളും സുരക്ഷാ പാളിച്ചകളും പൊതുജനങ്ങൾക്കിടയിലും ജീവനക്കാർക്കിടയിലും വലിയ ഭീതിയും ആശങ്കകളുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വർഷാവർഷം വർദ്ധിച്ചുവരുന്ന റെയിൽ ഗതാഗതം കൈകാര്യം ചെയ്യുന്നതിന് പര്യാപ്തമായ അളവിൽ റെയിൽ പാളങ്ങളോ വാഗണുകളോ കോച്ചുകളോ ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട്. റെയിൽവേ സർവീസിന്റെ കാര്യക്ഷമതയ്ക്കും സുരക്ഷിതത്വത്തിനും കൂടുതൽ മനുഷ്യാധ്വാനവും ആധുനീകരണവും ആവശ്യമാണെങ്കിലും ഇന്നും അടച്ചു തുറക്കുന്ന ഗേറ്റുകളും കൈവിളക്കുകളും പഴയ പണിയായുധങ്ങളും പുഷ് ട്രോളുകളും ഒക്കെ റെയിൽവേയിൽ സർവ്വസാധാരണമാണ്. വണ്ടികളുടെ തരവും വേഗതയും ഭാരവും വർദ്ധിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോഴും ജീവനക്കാരുടെ ജോലി സമയവും സേവന വ്യവസ്ഥകളും പരിഷ്കരിക്കപ്പെടാതെ കിടക്കുകയാണ്. ജീവനക്കാരുടെ എണ്ണത്തിൽ ഭീമമായ വെട്ടിക്കുറവാണ് റെയിൽവേ വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ആരോപണമുണ്ട്. 1974-ൽ സ്ഥിരം ജീവനക്കാരും കാഷ്വൽ ജീവനക്കാരുമടക്കം 20 ലക്ഷം തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 13,12,105 തൊഴിലാളികൾ മാത്രമാണുള്ളത്. ലോക്കോ പൈലറ്റ്, സ്റ്റേഷൻ മാസ്റ്റർ ഗാർഡ്, ട്രെയിൻ എക്സാമിനർ, സിഗ്നൽ ജീവനക്കാർ, ട്രാഫിക് എഞ്ചിനീയറിംഗ് ജീവനക്കാർ തുടങ്ങിയ തസ്തികകളിൽ ആയിരക്കണക്കിന് ജീവനക്കാരുടെ ഒഴിവാണ് നിലവിലുള്ളത്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതുമൂലം മറ്റ് ജീവനക്കാർ 24-36 മണിക്കൂറുകൾ വരെ തുടർച്ചയായി ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നതായും ജീവനക്കാർ പറയുന്നു. സുരക്ഷാ വിഭാഗങ്ങളിൽ ആവശ്യമായ ജീവനക്കാർ ഇല്ലാത്തതിനാൽ സുരക്ഷാ വീഴ്ചകളും അപകടങ്ങളും വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്നും വർദ്ധിച്ച റെയിൽ ഗതാഗതത്തിനനുസരിച്ച് ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തണമെന്നും ദക്ഷിണ റെയിൽവേ ട്രേഡ് യൂണിയൻ ഐക്യവേദി ഭാരവാഹികളായ RG പിള്ള, EK ബാബു എന്നിവർ ആവശ്യപ്പെട്ടു. ഒരു ദിവസം 12 മണിക്കൂറോ 14 മണിക്കൂറോ റെയിൽവേ 13, 14 മണിക്കൂർ ദിവസം ഡ്രൈവറുകൾ വർഗീകരിപ്പിക്കുന്നത്. പക്ഷെ അതിനൊന്നും വോട്ട് വരുന്നില്ല. വോട്ടിയുടെ അപേക്ഷ വരുന്നതിന് 104 മണിക്കൂറിന് അപ്പുറത്തേക്കാണ്. 2 ഫോർട്ട്നൈറ്റ് കഴിഞ്ഞ് 14 ദിവസത്തിൽ 104 മണിക്കൂറിന് മുകളിൽ പോയാലേ വോട്ട് വരും. ഇത് സംബന്ധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനുകളിലെ റെയിൽവേ ജീവനക്കാർ ഓഗസ്റ്റ് 31 തിരുവനന്തപുരം RRB ഓഫീസിലേക്ക് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.